അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ്. അതിശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഭാരത സൈന്യവും. ഇപ്പോൾ വിലയിരുത്തലുമായി ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ, നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, സ്വാഗതം. ഇവിടെ നമ്മൾ കണ്ടതാണ്, ഇപ്പോഴും അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ്. പ്രത്യേകിച്ച് ഗ്രാമവാസികളെ, സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രകോപനം തന്നെയാണ് പാക് സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷെല്ലാക്രമണത്തിൽ നിരവധി ഗ്രാമവാസികളാണ് കൊല്ലപ്പെട്ടത്. ഇതിന് അതിശക്തമായ തിരിച്ചടി ഭാരതത്തിൻ്റെ ധീരസൈനികൾ നൽകിയിട്ടുണ്ട്, ഇനിയും നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ സൈന്യം തകർത്തത്. പക്ഷേ അതുകൊണ്ട് അവസാനിക്കില്ല. 21 കേന്ദ്രങ്ങൾ ഉണ്ട്. അതിലും കൃത്യമായ രീതിയിലുള്ള ആക്രമണം നടത്തും. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നാമാവശേഷമാക്കുമെന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് സൈന്യം നൽകിക്കൊണ്ടിരിക്കുന്നതും കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ 2 അതിനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ തെളിയുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ 2 പൂർണ്ണമായി തള്ളിക്കളയാൻ ആവില്ല. എങ്ങനെയാണ് പാകിസ്ഥാൻ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? പ്രത്യേകിച്ചും ഇപ്പോൾ പന്ത് പാകിസ്ഥാൻ്റെ കോർട്ടിലാണ്. ഭാരതം ശക്തവും മാതൃകാപരവും ഓണറബിളുമായ തിരിച്ചടി നൽകി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് പാകിസ്ഥാൻ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രയോറിറ്റീസ് നന്നായി അറിയാം. അത് വ്യക്തമാണ്, കൃത്യമാണ്, അത് ഏകോപനത്തോടു കൂടി പ്രവർത്തിക്കുകയാണ്. പക്ഷേ പാകിസ്ഥാൻ 4 സ്വരത്തിൽ സംസാരിക്കുന്നു, വ്യത്യസ്തമായ സ്വരങ്ങളിൽ സംസാരിക്കുന്നു. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ അഭിപ്രായം എന്ത് എന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയും ഇപ്പോഴില്ല. അതുമാത്രമല്ല, ഇപ്പോൾ അതിർത്തിയിൽ പാകിസ്ഥാൻ നിരന്തരമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രകോപനം അത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നതിനെ ദ്യോതിപ്പിക്കുന്ന രീതിയിലാണ്. കാരണം പാകിസ്ഥാന് ഇന്ത്യയിൽ നിന്നും കടന്നു വന്ന മിസൈലുകളെ നേരിടാൻ കഴിഞ്ഞില്ല. 9 ഭീകര കേന്ദ്രങ്ങൾ 21 ടാർഗറ്റ് ചെയ്തതിൻ്റെ ബാക്കി നിൽക്കുന്നു എന്നോർക്കണം. 9 ഭീകര കേന്ദ്രങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി നശിപ്പിച്ചു കഴിഞ്ഞു. പാകിസ്ഥാൻ ഒരു ചെറു വിരലനക്കാൻ പറ്റിയില്ല. അതിനെതിരെ വ്യോമ പ്രതിരോധ മിസൈലുകളെ ഉപയോഗിച്ചുകൊണ്ട് വിമാനങ്ങളിൽ നിന്ന് വന്ന മിസൈലുകളെ തടുക്കാനായില്ല. അതുകൊണ്ട് പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ സാധിക്കുന്നത് ഇപ്പോൾ കേവലം സോഫ്റ്റ് ടാർഗറ്റ്സായ നിസ്സഹായരായ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് മേലെയാണ്. അപ്പോൾ അവരുടെ മേലെ കുതിര കയറുന്ന പാകിസ്ഥാൻ്റെ ഒരു നയം, ഇത് ഭീരുത്വത്തിൻ്റെ അങ്ങേ അറ്റമാണ്. 15-ലധികം സാധാരണക്കാരായ ആളുകളാണ് അതിർത്തി പ്രദേശത്ത് കഴിഞ്ഞ ദിവസം മരിച്ചതായി റിപ്പോർട്ടുണ്ടായത്. മറ്റ് വീടുകൾക്കുള്ള നാശനഷ്ടങ്ങൾ വേറെ. അതുകൊണ്ട് ഇവിടെ കാണുന്നൊരു പ്രവണത എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഈസ് ഹൈലി കൺഫ്യൂസ്ഡ്. ഒരു പ്രതിസന്ധി ഘട്ടത്തെ നേരിടാനുള്ള ഒരു കാഴ്ചപ്പാടോ ഒരു സിസ്റ്റമോ അവിടെ ഇല്ല. നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടും ദർ ഇസ് എ സിസ്റ്റം ഇൻ പ്ലേസ് ഇൻ ഇന്ത്യ. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പാകിസ്ഥാൻ്റെ കെൽപ്പില്ലായ്മ ആദ്യഘട്ടം മുതൽ തന്നെ പ്രകടമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയത് ഒരു സമവായത്തിന് തയ്യാറാണ് എന്നാണ്. പക്ഷേ അതിന് പിന്നാലെ വൈകുന്നേരമാകുമ്പോഴേക്കും അദ്ദേഹം മറ്റൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ശക്തമായ തിരിച്ചടി ഭാരതത്തിന് നൽകും എന്നുള്ള ഒരു പ്രതികരണവുമുണ്ടായി. ഇതൊക്കെയും അവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശിഥിലമായ ഒരു സാഹചര്യമല്ലേ വ്യക്തമാക്കുന്നത്? എല്ലാ കാലത്തും നമുക്കറിയാം ആഭ്യന്തര പ്രശ്നങ്ങൾ അത്രത്തോളം രൂക്ഷമാകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവിടുത്തെ ജനാധിപത്യത്തിന് എത്രത്തോളം സ്ഥാനമുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതൊരിക്കൽ കൂടി വ്യക്തമാവുകയില്ലേ? അതുകൊണ്ട് തന്നെ ആഭ്യന്തര പ്രശ്നം, ഭരണം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം, അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രതികരണം എന്ന രീതിയിൽ, അത്തരം കേവലം ഒരു വിടുവായത്തം എന്ന രീതിയിൽ മാത്രം നമുക്കതിനെ കണ്ടാൽ മതിയല്ലേ? അതിനെ വിടുവായത്തം എന്നല്ലതിനെ കാണുന്നത്. ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് ഇല്ല എന്നതാണ് പാക് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വലിയ പ്രതിസന്ധി. അത് നമ്പർ 1. 2, ദേ ഡോണ്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. കാരണം അവരല്ല ചെയ്യുന്നത്. അവരെന്ത് പുറത്തു പറഞ്ഞാലും ഖ്വാജ അസീഫ്, അദ്ദേഹമാണല്ലോ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി. അപ്പോൾ ഇന്ത്യയുടെ രാജ്നാഥ് സിംഗിൻ്റെ പാകിസ്ഥാനിലെ കൗണ്ടർ പാർട്ടാണ് ഖ്വാജ അസീഫ്. ഖ്വാജ അസീഫ് ഇന്നലെ രാവിലെ ആക്രമണമെല്ലാം കഴിഞ്ഞ് വിവരങ്ങളെല്ലാം വന്നപ്പോൾ പറയുകയാണ്, ഇന്ത്യ ഇനിയും തിരിച്ചടിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ നിർത്തി, അല്ലെങ്കിൽ ഞങ്ങൾ പ്രത്യാക്രമണം നടത്തുന്നില്ല, വേണമെങ്കിൽ സന്ധിയാകാം, ആ രീതിയിലുള്ള സംസാരം വരുന്നു. അത് കഴിഞ്ഞ് കേവലം 5-6 മണിക്കൂറുകൾക്കുള്ളിൽ ശക്തമായ തിരിച്ചടി നൽകും, അതാണിതാണ് എന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഒരേ ആൾ തന്നെയാണ് പറയുന്നത്. സൈന്യത്തിൻ്റെ ചുമതലയുണ്ട് എന്ന് കരുതപ്പെടുന്ന സൈന്യത്തിൻ്റെ മന്ത്രി പറയുകയാണ്. ഇങ്ങനെ മാറ്റിയും മറിച്ചും പറയുന്നു. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഈ സുരക്ഷാകാര്യ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷം വലിയ വായിൽ പറയുകയാണ്,
ശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ സൈന്യം നൽകും എന്ന് പറയുമ്പോൾ സൈന്യം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ചൊൽപ്പടിയിലാണോ നിൽക്കുന്നത് എന്നൊരു സംശയം നമുക്ക് തോന്നും. അങ്ങനെ അല്ല എന്ന് കാര്യവിവരമുള്ള എല്ലാവർക്കും അറിയാം. സൈന്യം തീരുമാനിക്കും, രാഷ്ട്രീയ നേതൃത്വം മൗനമായി സമ്മതിക്കും. ഇതാണ്. പക്ഷേ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം ഡെലിബറേറ്റായിട്ട് സൃഷ്ടിക്കാൻ വേണ്ടിയാണോ അതോ സ്വതസിദ്ധമായ ആശയക്കുഴപ്പം മൂർധന്യത്തിലായതാണോ എന്നറിയില്ല. എല്ലാ രാഷ്ട്രീയ നേതാക്കളും വ്യത്യസ്തമായ സ്വരങ്ങളിൽ സംസാരിക്കുന്നു. ലാക്ക് ഓഫ് കോർഡിനേഷൻ, ലാക്ക് ഓഫ് ക്ലാരിറ്റി, ലാക്ക് ഓഫ് ഫോക്കസ്, ഇതെല്ലാം തന്നെ രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ, പാകിസ്ഥാൻ രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ, ഭരണവ്യവസ്ഥിതിയുടെ മുഖമുദ്രയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഓരോ രാഷ്ട്രീയക്കാരനും, ഭരണപ്രതിപക്ഷ ഭേദമന്യേ ഓരോ രാഷ്ട്രീയക്കാരനും വൺ അപ്പ് മാൻഷിപ്പ് ഗെയിം കളിക്കുകയാണ്. അതായത് ഒരു തലപ്പൊക്കത്തിൽ, മറ്റൊരാളേക്കാൾ തലപ്പൊക്കത്തിൽ, മന്ത്രിസഭയിലെ തന്നെ 2 പേർ ആരാണോ ഇന്ത്യ വിരോധം ഏറ്റവും കൂടുതൽ പറയുന്നത് അവർക്കാണ് കൂടുതൽ പിന്തുണ എന്ന ഒരു വ്യാജ നറേറ്റീവ് സൃഷ്ടിക്കുകയാണ്. അതായത് ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്നലെ ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ മൃതദേഹങ്ങൾ സന്ദർശിക്കുന്ന പാകിസ്ഥാനിലെ സൈനിക മേധാവികളെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഭീകരർക്ക് എത്രത്തോളമാണ് അവിടുത്തെ സൈന്യം പിന്തുണ നൽകുന്നത്, എത്രത്തോളമാണ് അവിടുത്തെ ഭരണകൂടം പിന്തുണ നൽകുന്നതെന്ന് ഒരിക്കൽ കൂടി ആ ഒരു കാഴ്ചയിലൂടെ വ്യക്തമാണ്. അതായത് പാകിസ്ഥാനിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഭീകര നേതാക്കളാണ്. അവർ പറയുന്നത് സൈന്യം അനുസരിക്കുന്നു, സൈന്യം ചെയ്യുന്നത് ഭരണകൂടം, രാഷ്ട്രീയ നേതാക്കൾ കണ്ടു നിൽക്കുന്നു, കേട്ടു നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ഇത് മൾട്ടിപ്പിൾ ലെവലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതൊരു തരം സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ് ബിറ്റ്വീൻ ആർമി ആൻഡ് ISI ആൻഡ് ദ ടെറർ നെറ്റ്വർക്ക്. പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുകയാണ്. ആർമിക്ക് വേണ്ട എല്ലാ ഇൻ്റലിജൻസ് സംവിധാനങ്ങളും ISI സ്വരൂപിച്ചു കൊടുക്കും. ISI എന്ന് പറയുന്ന ആർമി ആളുകൾ തന്നെയാണ്. ആർമിയുടെ ഇപ്പോഴത്തെ ആർമി ജനറൽ അസിം മുനീർ ISIയുടെ ചീഫായിരുന്നു എന്നോർക്കണം. പലപ്പോഴും ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും ISI സേവനത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ആളുകളെയും നമുക്ക് കാണാം. ഇവർ 2 കൂട്ടരും, ആർമിയും ISIയും ഒരുപോലെ തന്നെ ഉപയോഗിക്കുന്നത് ഡീസ്റ്റെബിലൈസിങ് ഇന്ത്യ, ആ പ്ലോയുടെ ഭാഗമായി, അല്ലെങ്കിൽ 1000 കട്ട് ഡോക്ട്രിൻ, അതിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നത് തീവ്രവാദികളെയാണ്, ഭീകരന്മാരെയാണ്. അവരെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യാനായി കുറച്ച് പേരെ റിക്രൂട്ട് ചെയ്യാനും ചെറുപ്പക്കാരെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യാനും ഇന്ത്യ വിരുദ്ധതയിൽ വളർത്തിയെടുക്കാനും ശ്രമിക്കുന്ന ടെറർ ബ്രീഡിംഗ് ഗ്രൗണ്ടുകളുണ്ട്. അതിനുശേഷം അവരുടെ റിക്രൂട്ട്മെൻറ്റ് ഘട്ടമാണ്. അത് കഴിഞ്ഞ് ട്രെയിനിങ് പല ഘട്ടങ്ങളിൽ കൂടി കടന്ന് അവരെ ആക്റ്റീവ് ടെററിസ്റ്റുകളായി മാറ്റിയെടുക്കുന്നു. ആ ടെററിസ്റ്റുകൾക്ക് ദൗത്യം നിർണയിച്ച് നൽകുന്നത് ആർമി തന്നെയാണ്. ആർമി ചെയ്യേണ്ട ജോലി, ഇന്ത്യയെ അടിക്കുക എന്നത്, അല്ലെങ്കിൽ ഇന്ത്യയെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്നത് ആർമി നേരിട്ട് ചെയ്യാതെ പ്രോക്സി യുദ്ധത്തിലേക്കാണ് ആർമിയുടെ ശ്രദ്ധ മുഴുവൻ. അതുകൊണ്ട് ആർമി യഥാർത്ഥത്തിൽ റിസോഴ്സസ്, രാജ്യത്തെ പൗരന്മാരുടെ, നികുതിദായകരുടെ പണം ഉപയോഗിച്ചുകൊണ്ടുള്ള റിസോഴ്സസ് എല്ലാം തന്നെ വലിയ തോതിൽ ഉപയോഗിച്ച് തടിച്ച് കൊടുത്ത് വളരുന്ന സൈന്യം. അപ്പോൾ ആ സൈന്യത്തിൻ്റെ നിലപാടിനോട് ഈ അടുത്ത സമയത്ത് പാകിസ്ഥാനിൽ വളരെ വലിയ വിയോജിപ്പ് ഉണ്ട്. ആ വിയോജിപ്പ് ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തു വരികയും സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട്. ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, സാധാരണ ജനം, ഭീകര ക്യാമ്പുകൾക്കൊക്കെ അടുത്ത് താമസിക്കുന്ന സാധാരണ പാകിസ്ഥാൻകാർ, പഞ്ചാബിലും കാശ്മീരിൻ്റെ അധിനിവേശ പ്രദേശത്തുമെല്ലാം താമസിക്കുന്നവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്തിന് ഈ പീഡനം സഹിക്കണം, എന്തിന് ഞങ്ങളുടെ പാർപ്പിട സമുച്ചയത്തിൻ്റെ അവിടെ ഈ തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ? അവസാനം അവരുടെ സുരക്ഷയാണ് അട്ടിമറിക്കപ്പെടുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ആക്രമണം വന്നാൽ ഭീകര ക്യാമ്പുകളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിന് ചുറ്റുപാടുമുള്ള ഭവനങ്ങൾ ഉൾപ്പെടെ അഗ്നിക്കിരയാകുന്നത് സ്വാഭാവികമാണ്. ഇതെല്ലാം ആർമിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ആർമി ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല, ഇവർ ദേശസ്നേഹികളാണ്, ദേ ആർ ഫൈറ്റേഴ്സ്, അവർ ഫ്രീഡം ഫൈറ്റേഴ്സാണ്. ആ രീതിയിലാണ് ആർമി പറയുന്നത്. കാശ്മീരിലെ ഫ്രീഡം ഫൈറ്റേഴ്സാണ്, ഞങ്ങൾ ഒരു കൈ സഹായം ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ വൺ മാൻസ് ടെററിസ്റ്റ് ഈസ് അനദർ മാൻസ് ഫ്രീഡം ഫൈറ്റർ. നമ്മുടെ ഭീകരരെന്ന് വിളിക്കുന്ന ആളുകളെ പാകിസ്ഥാനിലെ ചില ആളുകളെങ്കിലും, പ്രത്യേകിച്ച് ആർമിയൊക്കെ കാണുന്നത് ഫ്രീഡം ഫൈറ്റേഴ്സ്. അപ്പോൾ അവർക്ക് ചില സഹായങ്ങൾ ആർമി ചെയ്തു കൊടുക്കുന്നു. പക്ഷേ ആ സഹായം ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ കഴിഞ്ഞ ദിവസം നാണം കെട്ട പണി, ഭീകരന്മാർ മരിച്ചു കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭീകരരെ പരിക്കേറ്റ് ആശുപത്രിയിലായിരിക്കുമ്പോൾ സൈനിക യൂണിഫോമിൽ ഉന്നത സ്ഥാനീയരായ സൈനിക ഓഫീസർമാർ അവർ നിരനിരയായി നിന്നുകൊണ്ട് ആ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന കാഴ്ച ജുഗുപ്സാവഹമായ കാഴ്ചയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, എവിടെ തെളിവ് എന്ന് ഇനി പാകിസ്ഥാന് ചോദിക്കാൻ ധാർമ്മികമായി എന്ത് അവകാശം? ഈ തെളിവ്, ജീവിക്കുന്ന തെളിവുകൾ ക്യാമറ കണ്ണുകളിലൂടെ ലോകത്തിൻ്റെ മുന്നിൽ പാകിസ്ഥാൻ തന്നെ എത്തിക്കുമ്പോൾ പിന്നെ മറ്റെന്ത് തെളിവാണ് വേണ്ടത്? അപ്പോൾ ഈ നെക്സസ് ബിറ്റ്വീൻ പാക് ആർമി ഒഫീഷ്യൽസ്
ആൻഡ് ISI ആൻഡ് ഓൾസോ ദി ടെറർ ഓർഗനൈസേഷൻസ്. ഇത് വളരെ വ്യക്തമാണ്, ഒരിക്കൽ കൂടി ഇത് വ്യക്തമാകുന്ന ചിത്രമാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലോകം കണ്ടതും.